ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ച് ഗ്രോസറി വാങ്ങിക്കാൻ പോവാം. നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റിലെ ആ ഒരു കൈൻഡ് ഓഫ് ഷോപ്പാണ് ഇവിടുത്തെ സാമ്പിയയിലെ ഷോപ്പ് റേറ്റ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഷോപ്പിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇതൊരു സാറ്റർഡേ ഈവനിങ് ആയിരുന്നേ. അപ്പൊ ഞങ്ങൾ എല്ലാവരും റെഡിയായി പോവാൻ വണ്ടി കയറി. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള മാണ്ട ഹില്ലിലെ ഷോപ്പ് റേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കുറച്ച് ഇന്ത്യൻ സ്പൈസസ് ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കിട്ടും. കിച്ചണിക്ക് വേണ്ടതും ക്ലീനിങ് ഐറ്റംസും മീറ്റ്, ഇലക്ട്രിക് എക്യുപ്മെന്റ്സ്, ലിക്കറും ഇവിടെ കിട്ടും. നമ്മുടെ നാട്ടിലൊക്കെ ലിക്കർ തനിയെ വേറെ ഷോപ്പിലല്ലേ കിട്ടുക, പക്ഷെ ഇവിടെ ഷോപ്പ് റേറ്റിൽ തന്നെ ലിക്കറും കിട്ടും. ഞാൻ കാര്യമായിട്ട് പോയത് എനിക്ക് കിച്ചണിക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കണമായിരുന്നു. പിന്നെ ക്ലീനിങ്ങിന് വേണ്ടതും, പിന്നെ മീറ്റ്, മീന്, എഗ്ഗ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ നാട്ടിലത്തെ അരി, മട്ടരി ഒന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പം അത് നമ്മൾ ഇന്ത്യൻ ഗ്രോസറി പോയിട്ടാണ് വാങ്ങിക്കാറ്. പക്ഷേ ഇവിടെ പച്ചരി, പിന്നെ പുഴുങ്ങല്ലരി എന്നൊക്കെ പറയില്ലേ, അതിവിടെ വൈറ്റ് റൈസ്, പർബോൾഡ് അതൊക്കെ കിട്ടും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ദോശമാവ് കരയ്ക്കാറ്. അപ്പം അതൊക്കെ വാങ്ങിക്കണമായിരുന്നു. പിന്നെ വാവയ്ക്ക് കുറച്ച് വൈപ്സ്, അവക്കുള്ള ഡയപ്പർ, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. ഷോപ്പ് റേറ്റിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളുടെ റിവ്യൂ പറയാൻ മാത്രം അറിവൊന്നും എനിക്കില്ലേ. ഞാൻ സാധനങ്ങൾ വാങ്ങിക്കുന്ന തന്നെ ഇവിടെ ഒരുപാട് നാൾ നിന്ന് പരിചയമുള്ള ആൾക്കാരോട് ചോദിച്ച് ഏതാ നല്ലത് അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടാണ് വാങ്ങിക്കാറ്. അല്ലാതെ എനിക്കിത് കണ്ട് നോക്കി വാങ്ങിക്കാനുള്ള മിടുക്കൊന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ കൂടെ നിങ്ങളും ഈ ഷോപ്പ് റേറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. ദേവുട്ടിക്ക് രാവിലെ തൊട്ട് ഉച്ച വരെ സ്കൂളിലുള്ളൂ. അപ്പോൾ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുകൊണ്ടു. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് വല്ലപ്പോഴും മടി പിടിച്ചിരിക്കുമ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് അങ്ങനത്തെ ഐറ്റംസ് വാങ്ങിച്ചു. നൂഡിൽസ്, പാസ്ത അങ്ങനത്തെയൊക്കെ. അതൊന്നും എപ്പോഴും ഇല്ലേ, ഞാൻ നേരം വൈകി നീക്കുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വയ്യ അങ്ങനെ തോന്നുന്ന ദിവസങ്ങളിൽ മാത്രമേ ഇതൊക്കെ കുക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ചു.
പിന്നെ ഇവിടെ ഇല്ലേ ഈ സ്നാക്സ്, സമൂസ, ചിക്കൻ റോള്, നഗറ്റ്സ് അതെല്ലാം ഇങ്ങനെ ഫ്രീസ് ചെയ്ത് കിട്ടും. അതുപോലെ പൊറോട്ട, ചപ്പാത്തി, പിസ്സ അതെല്ലാം ഇങ്ങനെ ഫ്രീസ് ചെയ്ത് കിട്ടും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിൽ. ഇതൊക്കെ ഇനി ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. നാട്ടിലൊന്നും എനിക്ക് അങ്ങനെ കണ്ടു ചെയ്യില്ല. പക്ഷെ ഇപ്പൊ ഒക്കെ നാട്ടിലും അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. മക്കൾക്ക് യോഗട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് അധികം വാങ്ങിച്ചു വെക്കും. അല്ലാത്ത ബേക്കറികൾ കഴിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ നമ്മുടെ ഇഡ്ഡലി പാത്രം, പുട്ട് അങ്ങനത്തെ ഒന്നും അല്ലാത്ത ബാക്കി എല്ലാ പാത്രങ്ങളും ഇവിടെ കിട്ടും. നമ്മുടെ ഇന്ത്യൻ ടൈപ്പ് ഓഫ് ഫുഡിനുള്ള പാത്രങ്ങളൊക്കെ ബാക്കി എല്ലാം കിട്ടും ഇവിടെ. നോൺ സ്റ്റിക്ക് പാന്, അതല്ലാതെ സ്റ്റീലിൻ്റെ പോട്ടുകളില്ലേ, അത് നമ്മൾ പറയില്ല അടുക്ക്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് പാത്രങ്ങൾ കിട്ടും. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഈ ബിരിയാണി പോട്ടൊക്കെ അല്ലേ, അതെല്ലാം കിട്ടും. പിന്നെ ഗ്ലാസ് ജാറുകൾ, ഗ്ലാസ് ബൗളുകൾ, ഒഴിച്ചു വയ്ക്കാനുള്ള പാത്രങ്ങൾ, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനുള്ള പാത്രങ്ങൾ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് പാത്രങ്ങൾ കിട്ടുക. പുതിയതായിട്ട് സാമ്പിയിൽ വരുന്നവർക്ക് ഒക്കെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട പാത്രങ്ങളൊക്കെ കിട്ടും. നമ്മുടെ ഇന്ത്യൻ ടൈപ്പ് ഓഫ് കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ മാത്രം ഇവിടെ ഉണ്ടാവില്ല. അത് ഇന്ത്യൻ ഷോപ്പുകളിൽ പോകണം. നമ്മുടെ ഇഡ്ഡലി പാത്രം, ദോശപാത്രവും പിന്നെ ഇങ്ങനെ പുട്ടുപാത്രം, അങ്ങനത്തെ ചിരവ അതൊന്നും ഇവിടെ കിട്ടില്ല. അതൊക്കെ നമ്മുടെ ഇന്ത്യൻ ഷോപ്പിൽ പോയാലേ കിട്ടുള്ളൂ. നാട്ടിലധികം നമ്മൾ ഫ്രഷ് ചിക്കൻ വാങ്ങിച്ചിട്ട് കറി വയ്ക്കാറില്ലേ. പക്ഷെ ഇപ്പം എല്ലാവരും അധികം ഫ്രീസ് ചെയ്ത് വാങ്ങിക്കാറുണ്ട്. ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനലിലെ വീഡിയോയിലൊക്കെ കാണാറുണ്ട്. പക്ഷെ എനിക്കൊന്നും അറിയില്ലായിരുന്നേ. നമ്മളെ അവിടെയൊക്കെ എപ്പോഴും ഫ്രഷ് പോയി കറിക്കുള്ളത് പറഞ്ഞ് കട്ട് ചെയ്ത് വാങ്ങിച്ച് കറി വയ്ക്കാറ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഈ ഫ്രീസ് ചെയ്ത ചിക്കൻ കണ്ട് വാങ്ങിക്കാൻ തുടങ്ങി. നമുക്ക് എപ്പോഴും പോയി ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരാഴ്ചക്കുള്ളതൊക്കെ നമ്മളിങ്ങനെ വാങ്ങിക്കൊടുന്ന് വെക്കാറാണ്. ഫ്രീസറിൽ വെക്കും, എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ കറി വയ്ക്കും, അങ്ങനെ ചെയ്യാറ്. അങ്ങനെ ഷോപ്പിലേറ്റ് നിന്ന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ഇന്ത്യൻ ഗ്രോസറീസ് വാങ്ങിക്കാൻ വേണ്ടിയാണ് പോയത്. ലുസാക്കയിൽ ഒരുപാട് ഇന്ത്യൻ ഗ്രോസറീസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ചെന്നൈ ബസാറിലോട്ടാണ്. എനിക്ക് കുറച്ച് വൻ പയർ, ചെറുപയർ, പിന്നെ കുറച്ച് സ്നാക്സ് മക്കൾക്ക് അത് വാങ്ങിക്കാനാണ് പോകുന്നത്. അങ്ങനെ ചെന്നൈ ബസാർ എത്തി, നമുക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു. അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് തീർന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞു ഷോപ്പിംഗ് വ്ലോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വരും വീഡിയോകളിലെല്ലാം ഇവിടുത്തെ ഗ്രോസറീസ് എവിടെ നിന്നൊക്കെ കിട്ടുന്നത് അതെല്ലാം പരിചയപ്പെടാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.